നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുന ലഗ്നക്കാരുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഈ കുംഭമാസത്തിൽ നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാശിചക്രത്തിൽ മൂന്നാമത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം രാശിയാണ് മിഥുനൻ രാശി. ഈ മിഥുനൻ രാശി ഉദയരാശിയും പുരുഷരാശിയും മോചരാശിയും വായുരാശിയും ശീർഷ ഉദയ രാശിയുമാണ്. ഇതൊക്കെ ടെക്നിക്കൽ വേർഡുകളാണ്. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എന്തായാലും പുരുഷരാശി ഓജരാശി എന്നൊക്കെ പറയുമ്പോൾ ഒന്നിടവിട്ട് 12 രാശിയിൽ ആദ്യത്തെ മേടം ഓജരാശിയാണ്. ഓജരാശിയിൽ ചൊവ്വ നിന്നാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് യുഗ്മരാശി എന്ന് പറയുന്നത് രണ്ടാമത്തെ രാശി. 1, 2 ഇങ്ങനെ ഓജം യുഗ്മം ഓജം യുഗ്മം എന്നാണ് നമ്മൾ രാശികൾ പറയുക. അപ്പൊ ഓജരാശി ഈ മിഥുനൻ രാശി എന്ന് പറയുന്ന ഓജരാശിയാണ്. അപ്പൊ ഈ ഓജരാശിയാണ് വായുവിന്റെ രാശിയാണ്, പുരുഷ രാശിയാണ്. പിന്നെ പൃഷ്ഠ ഉദയമല്ല, ഇവിടെ ശീർഷമാണ് ആദ്യം ഉദിക്കുന്നത്. ശീർഷോദയ രാശിയുമാണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിശദാംശങ്ങൾ അതിലെ ഫലങ്ങൾ എന്നറിയുമ്പം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും അറിയുന്നവർക്ക് ഇതറിയാമല്ലോ, അതുകൊണ്ട് തന്നെ. ഇനി ഈ ലഗ്നത്തിന്റെ ഫലം, മിഥുന ലഗ്നത്തിൽ ജനിക്കുന്നവര് ശരിക്കും നക്ഷത്രം പറയുമ്പോൾ മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങൾ മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രമാണ്. എന്നിരുന്നാൽ പോലും ഏത് നക്ഷത്രത്തിൽ പിറന്നവരും മിഥുന ലഗ്നത്തിൽ വരാം. മിഥുന ലഗ്നം എന്ന് പറയുന്നത് മിഥുനൻ രാശിയിൽ ലഗ്ന ഉദയം വരുന്ന സമയത്ത് ജനിക്കുന്നവര്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂതന കാര്യങ്ങൾ, എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും താല്പര്യവും ആഗ്രഹവും ഇവർക്കുണ്ടാവും. എന്നാൽ അല്പം ചഞ്ചലമായ ഒരു മനസ്ഥിതി ഉണ്ടാവും. എല്ലായ്പ്പോഴും മാറ്റം വേണം എന്ന് ആഗ്രഹം ഇവർക്കുണ്ട്. യാത്രയിൽ നല്ല താല്പര്യം, യാത്ര ചെയ്യുവാൻ ഇവർ താല്പര്യരാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നത്, അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നത്, അത് പങ്കുവെക്കുന്നതിനൊക്കെ ഇവർ വലിയ സാമർഥ്യം ഉള്ളവരാണ്, അല്ലെങ്കിൽ താല്പര്യം ഉള്ളവരാണ്. തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇവർക്ക് അല്പം കാലതാമസം കാണിക്കും. കാരണം വളരെ ചൂഴ്ന്ന് ചിന്തിച്ച് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് മാത്രമേ ഇവരിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇവര് പലരുടെയും അഭിപ്രായം ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇവരൊരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. സ്വല്പം ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാനുള്ള ഒരു കഴിവ് അല്പം കുറവാണ്. അപ്പോഴേ തന്നെ തളർന്നു പോകും. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അധികവും ഉണ്ടാവുക. എല്ലാം ധൃതി കാണിക്കുന്നവരാണ്. ജന്മനാ ബുദ്ധിശക്തിയും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും ആലോചിച്ച് അവസാനം അബദ്ധത്തിൽ ചെന്ന് പെടാനായിട്ട് ഇവര് സാധ്യതകൾ കൂടുതലുണ്ട്. ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഇത് കുറച്ച് ഒരു കാര്യം ചെയ്ത് പൂർണ്ണത വരുമ്പോഴത്തേക്കും അടുത്തതിന് തിരി കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ തന്നെ നിൽക്കില്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയരത്തിലെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ഇടയ്ക്ക് പരാജയ ഭീതി ഇവരിൽ വന്നു ചേരും. മിഥുന ലഗ്നക്കാരെ ശരിക്കും പരാജയത്തിന് കാരണമുള്ളതുകൊണ്ട് ഇവരെ എല്ലാവരും എന്ത് പറയും, അവര് 2 അവസരങ്ങളാണ് കൊടുക്കുക. ഒരവസരം കൊടുത്തിട്ട് പിന്നീട് ആരെങ്കിലും ഒരാൾ ഇവരെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഗുരുവിന്റെയോ ഒക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ പിന്നെ ഇവര് ഒരു ദീർഘകാലം നന്നായി ജോലി ചെയ്തോളൂ. കാരണം എപ്പോഴും ഇവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടാണ്. ആരെങ്കിലും വാക്ക് കേട്ടാൽ അതിനനുസരിച്ചിട്ട് പമ്പരം പോലെ കറങ്ങുന്നവരാണ് ഇവര്. വാക്കിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് അധികവും. എന്നാൽ സ്വന്തം തീരുമാനങ്ങളൊക്കെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എല്ലാ മറ്റുള്ളവരുടെ ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞ് അനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല കഴിവുണ്ട്. ധാരാളം സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും. നിയമമോ വ്യവസ്ഥയോ പാലിക്കാൻ അവരതിങ്ങനെ എന്തിനേയും ഒന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടാവും. മറ്റുള്ളവർക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇവര് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ പോലും പലപ്പോഴും വിമർശനങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. ഒന്നിനെയും ഇവർ അന്ധമായി വിശ്വസിക്കില്ല.
എല്ലാം ചികഞ്ഞ് കീറി 100 പ്രാവശ്യം വിശകലനം ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിൽ എത്തുക. ഈ രാശിക്കാർക്ക് ബുദ്ധിപൂർവം പങ്കാളിയോട് ഇടപെടാനും അവരെ വശീകരിക്കാനും കഴിവുള്ളത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാം. ഈ ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അവര് നല്ല കുടുംബിനികളായിരിക്കാം, നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകാനായി സാധിക്കാം. സന്തതികളെ വളരെയധികം സന്താനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാവും. അതോടൊപ്പം തന്നെ തനിക്ക് തന്നെ വേണ്ടിയും ജീവിക്കുന്നവർ ആയിരിക്കും ഇവരധികവും. ഇവർക്ക് കുംഭൻ രാശിക്കാരുമായിട്ട്, അതായത് മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ ത്രികോണ രാശികളായ തുല കുംഭൻ രാശിക്കാരുമായിരിക്കും നല്ല ബന്ധമായിരിക്കും. തുലാം രാശിക്കാരായിട്ടും, അതായത് ചോതി, വിശാഖം, അതുപോലെ തന്നെ ചിത്രയുടെ അവസാന പാദക്കാരുമായിട്ടും, അതുപോലെ അവിട്ടത്തിന്റെ അവസാന പാദം ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്നവരുമായിട്ട് ഇവർക്ക് വല്ലാത്തൊരു ആത്മബന്ധം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യാധിപത്യം വഹിച്ച ശനിയും ത്രികോണാധിപനായ ശുക്രനും രാജയോഗങ്ങൾ നൽകുന്നതാണ്. 6ഉം 11ഉം ഭാവാധിപത്യം വഹിച്ച ചൊവ്വയും കേന്ദ്രാധിപത്യമുള്ള വ്യാഴവും ഇവർക്ക് അത്ര ഗുണം ചെയ്യില്ല. മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ പോലും പലപ്പോഴും അപവാദങ്ങളൊക്കെ കേൾക്കുവാനുള്ള സാഹചര്യമുണ്ടാവും. അതിനുള്ള വഴിയും വന്നു ചേരും. അതുപോലെ തന്നെ ശത്രുക്കളുടെ സ്ഥിരം ശത്രുത അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഇരയായിട്ട് മാറാനും ഇവരുടെ ചൊവ്വ അത്ര ബലമുള്ളതായിട്ട് പോലും ഇവർ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. വ്യാഴം ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകില്ല. എപ്പോഴും എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഉത്കണ്ഠയും മാനസിക വിഷമതകളും ഉണ്ടാവും. മൂത്രാശയ രോഗങ്ങൾ എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും, വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോണിക്സ് മേഖലകളിലും പത്രപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ലേഖനങ്ങളൊക്കെ ചെയ്യുന്നതിന്, ബിസിനസ്സില്, അതുപോലെ അധ്യാപനത്തില്, അഭിഭാഷക വൃത്തിയിലൊക്കെ വലിയ ഉയർന്ന തലത്തിലെത്തുവാൻ സാധിക്കും. പ്രവചനം, നിരൂപണം, പ്രസംഗം, കണക്കെഴുത്ത്, ചിത്രമെഴുത്ത്, ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അവിടെയൊക്കെ ഇവരവരുടെ വ്യക്തിമുദ്ര ഒക്കെ ശരിക്കും പ്രകടമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുവാൻ സമർത്ഥരാണ്. അതുകൊണ്ട് തന്നെ ഈ രാശി ബുധനുമായി യോഗം ചെയ്താൽ ഗണിതത്തിലൊക്കെ വലിയ സാമർഥ്യം ഉണ്ടായിരിക്കും. ചൊവ്വയുമായിട്ട് നല്ല ബന്ധമുണ്ടായ പത്രപ്രവർത്തനത്തിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള യോഗമുണ്ട്. മീഡിയകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ആനുകൂല്യമുണ്ട്. വ്യാഴത്തിന്റെ അനുകൂലമുള്ളത് കൊണ്ട് ധാരാളം പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ശരിക്കും ഒരുപാട് സാമ്പത്തിക ഉയർച്ച വരാനുള്ള ഒരു ലഗ്നക്കാരാണ് മിഥുന ലഗ്നം. ലൗകിക ജീവിതത്തിലൂടെ ഏറ്റവും കൂടുതൽ ആസക്തിയും എല്ലാം സ്വന്തമാക്കണമെന്നുള്ള അമിതമായ ആഗ്രഹവും ഇവർക്കുണ്ടാകും. കാരണം അതിന് ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ബുധനും വെള്ളിയും ശനിയും നല്ല ദിവസങ്ങളാണ്. തിങ്കളാഴ്ച ഇവർക്ക് ധാരാളം ധനം കിട്ടും. പച്ചയും മഞ്ഞയും നിറഞ്ഞ വസ്ത്രങ്ങൾ, പച്ച നിറവും മഞ്ഞ നിറവും ഇവർക്ക് വളരെ ആനുകൂല്യമാണ്. ഒരുപാട് അലങ്കാരങ്ങളും ആഭരണങ്ങളിലും അതീവ താല്പര്യമുണ്ടാവുക, സ്ത്രീ സന്താനങ്ങൾ ജനിക്കുക, കൈകളൊക്കെ എപ്പോഴും ഉയർന്നിരിക്കുക, ഏത് കർമ്മവും ചെയ്യാനുള്ള കഴിവുള്ളായിരിക്കുന്നവരാണ്. ആദ്യ ദ്രേകാണത്തിൽ ജനിച്ചത് അതൊരു സ്ത്രീ സ്വരൂപമായിരിക്കും. മധ്യദ്രേകാണം എപ്പോഴും ഇങ്ങനെ പടച്ചട്ടയൊക്കെ ധരിച്ച ഒരു ശൗര്യപ്രകൃതിയുള്ള ഒരു ക്രൂരപ്രകൃതിയാണ്. അന്ത്യദ്രേകാണം കവിതകളും നൃത്തങ്ങളും സംഗീതവും ഒക്കെ ആസ്വദിക്കുന്ന, അനേവധി രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട, എല്ലാം പുരുഷനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും ശക്തി സ്വരൂപമായ ഒരു രൂപമാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും പുരുഷന്റെ പ്രകൃതി തന്നെയാണ് അന്ത്യദ്രേകാണം. പക്ഷെ അമ്പും പടച്ചട്ടയും അമ്പും വില്ലും ഒക്കെ ധരിച്ച ഒരു പ്രകൃതമാണ്. എന്നാൽ ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ ഒരുപാട് പതിച്ച തേരിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പ്രകൃതമാണ്.
എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ട ദൈവം ആരെന്ന് ചോദിച്ചാൽ ഒന്നിലേറെ ഉത്തരങ്ങൾ പറയും. കൃഷ്ണ ഭഗവാനാണെന്ന് പറയും, അത് കഴിയുമ്പോൾ ശിവഭഗവാനാണെന്ന് പറയും, രാശിനാഥനായ ദേവിയാണെന്നും പറയാം. എന്തായാലും കൃഷ്ണഭക്തരാണ് അധികവും. കണ്ണ കണ്ണ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഗുരുവായൂരപ്പനെ അധികം പ്രാർത്ഥിക്കുന്നവരാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കും. അവസരോചിതമായി അതാത് ദൈവങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇവര് സന്ദർഭം കണ്ടെത്തുകയും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്തൊന്നാണോ സ്വീകരിച്ചത് ആ സ്വീകരിച്ചതിനെ അതിൽ തന്നെ മുഴുകി ജീവിക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും അടുത്തെന്തെങ്കിലും ഒരു ഇത് വന്നാൽ അതിലേക്ക് മാറുവാൻ യാതൊരു മടിയും കാണിക്കില്ല. എന്നിരുന്നാൽ പോലും എല്ലാത്തിൻ്റെയും തത്വം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരായതുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ഇവർക്ക് വന്നു ചേരും. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവിന്റെ സാന്നിധ്യം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ഇനി സന്തതികൾക്കായിട്ടും കുടുംബജീവിതത്തിൽ കൂടുതൽ നന്മകൾ പ്രതീക്ഷിക്കുന്നവരാണ്. എല്ലാവരെയും അധികാരഭാവത്തിൽ വശീകരിച്ച് നിർത്തുവാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട്. ഈ കുംഭമാസം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. കാരണം എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ശിവഭഗവാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും മനസ്സിൽ വച്ച് ആരാധിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകും. ദേവിയെ നേരിട്ട് ദേവിയുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിനുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ദൈവങ്ങളുമായിട്ടുള്ള ഒരു നിരന്തര ധ്യാനത്തിലൂടെ എല്ലാവരെയും കാണുന്നതിനും അതുമായിട്ട് അവരുമായി ഒരു സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിനും സാധിക്കും. ദൈവങ്ങൾ അകലെയുള്ളവർ നമ്മളിൽ തന്നെ ഉള്ളവരാണെന്ന് ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസ പൂജയിലൂടെ പൂജകളും കർമ്മങ്ങളും ചെയ്ത് ദൈവീക പ്രീതി വരുത്തുന്നവരാണ്. കുംഭത്തിലെ ശിവരാത്രി ഇവർക്ക് ഏറ്റവും പുണ്യമുള്ളതാണ്. ഉറക്കളിച്ചിരുന്ന് മന്ത്രം ജപിക്കുന്നത്, വളരെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, കുംഭത്തിലെ അഷ്ടമിക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ കുംഭഭരണി നാളിൽ കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിക്കുന്നത്, ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത്, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത്, കുംഭത്തിലെ പ്രധാന ദിവസം ചോറ്റാനിക്കര ക്ഷേത്ര ദർശനം നടത്തുന്നത്, കുംഭത്തിലെ പൂരനാളില് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് എല്ലാം, അതുപോലെ തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഗണപതി ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നത്, എല്ലാ മിഥുന ലഗ്നക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടിവ്രതം എടുക്കുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ കുംഭമാസം മിഥുന ലഗ്നക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ആ സൗഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുവൻ ആത്മാർത്ഥമായി ശ്രമിക്കട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരട്ടെ. ആഗ്രഹിക്കുന്ന രീതിയിൽ സന്താനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുക. അതുപോലെ തന്നെ മറ്റ് ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി തീരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.